2025 എന്നൊരു ഫുട്ബോൾ വർഷത്തിലേക്കുള്ള തിരിഞ്ഞു നോട്ടമാണ്. നമുക്ക് ഡിയേഗോ ജോറ്റയെ നഷ്ടമായ ഒരു വർഷമായിരുന്നു 2025. ക്രിസ്റ്റൽ പാലസും ടോട്ടൻഹാമും ഒക്കെ വർഷങ്ങൾക്ക് ശേഷം ഒരു കപ്പടിച്ച ഒരു വർഷം. ഹാരി കെയ്ൻ തന്റെ കരിയറിലെ ആദ്യത്തെ ട്രോഫി നേടി. അതുപോലെ റയൽ മാഡ്രിഡിന്റെയും മാഞ്ചസ്റ്റർ സിറ്റിയിലെ മിഡ്ഫീൽഡിലെ മജീഷ്യൻസ് ആയ മോഡ്രിച്ചും ഡിബ്രോയിനും അവരുടെ ക്ലബ്ബ് വിട്ടൊരു വർഷം. ക്രിസ്ത്യാനോയും പോർച്ചുഗലും ആ ഒരു നേഷൻസ് ലീഗ് അടിച്ചുകൊണ്ട് ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്ന് പ്രൂവ് ചെയ്ത ഒരു വർഷമായിരുന്നു റൊണാൾഡോയ്ക്ക് 2025. PSG അവരുടെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് ഉയർത്തിയ വർഷം. അതുപോലെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ചെൽസി മുത്തമിട്ട ഒരു രാത്രി. ഓൾസോ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് നേടുന്ന താരം, ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നേടുന്ന താരം എന്നീ റെക്കോർഡുകൾ ലയണൽ മെസ്സി 2025 സ്വന്തമാക്കി. ഓൾസോ മെസ്സി ഇന്ത്യയിലെത്തി ഇന്ത്യയുടെ ഗോട്ടായ സുനിൽ ഛേത്രിയെ നേരിൽ കണ്ടൊരു വർഷം. 2025 കഴിഞ്ഞെങ്കിലും 2025-26 സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇതുവരെ തുടങ്ങാനാവാത്തൊരു വർഷം കൂടിയായി മാറി ഈ ഒരു 2025. ഓൾസോ ഈ ഒരു വർഷത്തെ ബാലൻ ഡിയോറും 2025 ഫിഫ ദി ബെസ്റ്റ് അവാർഡും ഉസ്മാൻ ഡെംബെലയ്ക്കായിരുന്നു. ലാലിഗയിലെ ഡൊമസ്റ്റിക് ട്രിബിൾ നേടിയ ബാഴ്സലോണ 2025. ഏതായാലും ഈ ഒരു 2025 വർഷത്തിൽ നിങ്ങൾ ഇപ്പോഴും ഓർക്കുന്ന ആ ഒരു മൊമെന്റ് ഏതാണ്? നിങ്ങളുടെ പ്രിയപ്പെട്ട മൊമെന്റ് ഏതാണ്? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.